പൂക്കൃഷി എന്ന് പറഞ്ഞാൽ കീടനാശിനിയാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതെന്തോ ശ്രീജ, ഇതിൽ നിന്ന് നമ്മൾ എത്ര നാൾ പൂ പറിക്കാൻ പറ്റും? ശ്രീജ, പൂക്കളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ ചെടിയും നല്ല ആരോഗ്യത്തോട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ശ്രീജ കൊടുക്കുന്നത്? ഇതിനെ ശ്രീജ കീടനാശിനി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇത് തമിഴ്നാടല്ല, ഇത് കേരളമാണ്. കേരള മണ്ണിലും പൂക്കൃഷി വ്യാപകമായി വിജയിപ്പിച്ചെടുത്ത ഒരു കർഷകയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വരൂ, നമുക്ക് കർഷകയെ മീറ്റ് ചെയ്ത് ഈ പൂക്കൃഷി എങ്ങനെയാണ് ഇത്രയും ആനന്ദകരമായി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ശ്രീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ പൂക്കൃഷി എത്ര നാൾ കൊണ്ട് തുടങ്ങി? ഈ പൂക്കൃഷി കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയായിരുന്നു. അതൊരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത്. അതും കൃഷിഭവനിൽ നിന്ന് നമുക്ക് തൈ കിട്ടിയാണ് ചെയ്തത്. ഇപ്പം ഇച്ചിരി 50 സെന്റിലേക്കാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 50 സെന്റിൽ പൂക്കൃഷി ഉണ്ട്. ഈ ഫാം കൂടാതെ വീണ്ടും ഉണ്ടല്ലേ? കുറച്ച് സ്ഥലത്തും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തും കൃഷിഭവനും ബ്ലോക്കും കൂടെ ചേർന്നും കൊണ്ടുള്ള പൂക്കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപ്പം ഞാൻ അപേക്ഷ വയ്ക്കുകയും 50 സെന്റിൻ്റെ ഇതെല്ലാം കൊടുക്കുകയും അതിൻ്റെ രേഖകളെല്ലാം കൊടുക്കുകയും നമുക്ക് സമയബന്ധിതമായി തന്നെ തൈകൾ കൃഷിഭവനിൽ നിന്ന് അവർ തരികയും. അതിന് സാമ്പത്തികം വല്ലതും കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ വീട്ടമ്മമാർക്കൊക്കെ ഇത് ഭൂകൃഷി കൃത്യമായിട്ട് ചെയ്യാം. സാമ്പത്തിക ഭൂമിയുള്ളവർക്ക് പാട്ടത്തിനെടുത്താലും ചെയ്യാം. അതെ, ചെയ്യാം. ഇത് ചെയ്യുന്നോണ്ടുള്ള നേട്ടം ഇതൊരു ഒന്നാന്തരം ഒരു കീടനാശിനിയാണ്. ഇപ്പോൾ പൂക്കൃഷി എന്ന് പറഞ്ഞാൽ കീടനാശിനിയാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതെന്തോ ശ്രീജ? എന്നുവെച്ചാൽ പച്ചക്കറികൾക്കിടയിൽ ഇത് ചെയ്യാമെങ്കിൽ ഇതിന്റെ മണം കൊണ്ടും ഇതൊക്കെ ആയിരിക്കാം ഈ കീടങ്ങൾ അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇത് പൂത്ത് നിന്നപ്പോൾ തന്നെ സന്ധ്യയാകുമ്പോൾ ഭയങ്കര മണമാണ്. അതെ 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 അതെ. കൃഷിഭവനിൽ നിന്ന് ഈ തൈകൾ എപ്പോഴാണ് കിട്ടിയത്? ഈ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാറ്റുവേല അന്നാണ് ഈ തൈ നമ്മളെ പള്ളിക്ക് കൃഷിഭവൻ വിതരണം ചെയ്തത്. അന്ന് തന്നെ ഇത് കൊണ്ടുവന്ന് നമുക്ക്, അത് മാത്രമല്ല എനിക്ക് ഈ പ്ലോട്ട് ശരിയാക്കി തന്നത് തൊഴിലുറപ്പ് സഹോദരങ്ങളാണ്. അതായത് ഈ പുരയിടം വരെ തൊഴിലുറപ്പ് സഹോദരൻ. അപ്പൊ അവര് ചെത്തി വൃത്തിയാക്കിയിട്ട് തന്ന് പിന്നെ ഞങ്ങൾ തന്നെ ഇത് നല്ല കോരി അത് കറക്റ്റ് ആയിട്ട്, കാരണം കുമ്മായം ഇട്ട് ഇളക്കി അടിവളമായിട്ട് 5 വളം കമ്പോസ്റ്റ് കൊടുത്തും കൊണ്ട് നട്ടും കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അല്ലാതെ വെറുതെ ബന്തി കൊണ്ട് നട്ടെന്നും പറഞ്ഞ് ഇതുപോലത്തെ ഹൈലൈറ്റ് ആയിട്ട് കിട്ടത്തില്ല. അതിന് നല്ല ശുശ്രൂഷ നമ്മൾ കൊടുത്തെങ്കിൽ അടിവളം നമ്മൾ കൊടുക്കണം. അടിവളം കൊടുക്കണം. അതുപോലെ തന്നെ ആഴ്ച തോറും വളം ഇട്ട് മണ്ണ് വെട്ടി കൂട്ടി പൂക്കുന്നത് വരെ ആ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ പ്രക്രിയ തുടർന്നെങ്കിൽ മാത്രമേ ഇത്രയും ഹൈറ്റിലുള്ള ഇത്രയും വലിയ പൂക്കൾ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ശ്രീജ, ഇതിൽ നിന്ന് നമ്മൾ എത്ര നാൾ പൂ പറിക്കാൻ പറ്റും? ഒരു 2-2.5-3 മാസം വരെ നമുക്ക് പറ്റും. മാഡം കണ്ടോ, മൊട്ട് വന്ന് നിൽക്കുന്നത് കുറെ വലിയ പൂക്കള്, പിന്നെ ചെറിയ പൂക്കള്, അതില് ചെറുത്, പിന്നെ അതാ മൊട്ട്. കുഞ്ഞുങ്ങള് ഫാമിലി ആയിട്ട് ഓരോ തലമുറ. അതായത് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പച്ചക്കറി ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂഷൻ, മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ പൂ തന്നെ നമുക്ക് കണ്ടിന്യൂഷൻ ചെയ്യാം. ശ്രീജ, പൂക്കളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ ചെടിയും നല്ല ആരോഗ്യത്തോട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ശ്രീജ കൊടുക്കുന്നത്? നമ്മൾ പച്ചക്കറി ചെയ്യുന്നത് കണക്ക് തന്നെയാണ്. അടിവളം ഞാൻ പറഞ്ഞില്ലേ, 5 മുതൽ 10 കിലോ വരെ ഞങ്ങളെ കോഴിവളവും, പിന്നെ കോഴിവളം എന്ന് പറഞ്ഞാൽ സമ്പുഷ്ടീകരിച്ച കോഴിവളവും, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഡ്രൈക്കോഡർമ, ഇത് ഇത്രയും കൂടെ ഇളക്കിയിട്ടേക്കുന്ന ആ വളം ഞങ്ങൾ 5 മുതൽ 10 വരെ അടിവളമായിട്ട് കൊടുക്കുന്നു. പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ച തോറും, ഇന്നൊരു വെള്ളിയാഴ്ച ആണെങ്കിൽ ആ വെള്ളിയാഴ്ച കുറച്ച് രാസവളം കുറഞ്ഞ് ചെറിയത്, പിന്നെ ജൈവവളം കൂടെ ഇട്ടിട്ട് മണ്ണ് വെട്ടി കൂട്ടുന്നതാണ് ഇതിന് ഏറ്റവും വലിയ. വേരിന് മുഴുവൻ ഇത് കിട്ടണം. മണ്ണ് വെട്ടി കൂട്ടിയെങ്കിൽ മാത്രമേ ഇത് മറിയാതെ ചായാതെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും പൊക്കത്തിൽ, കണ്ട നമ്മളെക്കാളും പൊക്കമുണ്ട് ഈ ചെടിയൊക്കെ. ടീച്ചറൊന്നും മനസ്സിലായി. അത്രയും നല്ല രീതിയിൽ വളരണമെങ്കിൽ 5.5 അടി വരെ ഹൈറ്റിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ ഒരു 5 അടിക്ക് മുകളിൽ ഹൈറ്റ് ഇല്ലേ ശ്രീജ? അതെ, നല്ല 5.5 അടി ഉണ്ട്. കാരണം എന്നെ സമസമ നിക്കുകയാണ്. നമ്മളെ ഈ തറയിൽ നിന്നുള്ള നമ്മൾ അവരെ ഒപ്പം നിക്കുക. അപ്പൊ ഇത്രയും വരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം മണ്ണ് വെട്ടി മൂടി, കണ്ട ഇതിന്റെ വേര് കണ്ട ഇത് നമുക്ക് കാണുമ്പോഴറിയാം. മണ്ണ് വെട്ടി കൂട്ടിയുണ്ട്, അതിന്റെ മൂട് കണ്ട നല്ല രീതിയിൽ മണ്ണ്
ഒരാഴ്ച തോറും രണ്ടും ഇത് പൂക്കുന്നതുവരെ മണ്ണ് വെട്ടി കൂട്ടി വളമിട്ട് ആ വേര് കണ്ട തലപ്പ് വര പൂവിന്റെ അതുവരെ ആ വേരാണ്. കാരണം അത്രയും നല്ല ആരോഗ്യമുള്ള ഒരു ചെടിക്ക് മാത്രമേ ഇങ്ങനെ ആവാൻ പറ്റൂ. അത് നമ്മൾ ശുശ്രൂഷിക്കുന്ന ഈ ഹാങ്ങിങ് റൂട്ടും അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്, ഈർപ്പവും ജലാംശവും കാർബൺ മോണോക്സൈഡും വലിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതാണ്. ഇത് രാവിലെ ഇതിന്റെ ഇടയിൽ ഒന്ന് നടക്കാമെങ്കിൽ ഏറ്റവും നല്ല ഒന്നാമത് ശുദ്ധമായ വായു നമുക്ക് കിട്ടും. അതിന്റെ അപ്പുറമായിട്ട് കിട്ടുന്ന മാനസിക സന്തോഷം, മാനസിക അത് പറഞ്ഞറിയിക്കാൻ പറ്റും. ശ്രീജ, ഞാൻ പറയട്ടെ, നമുക്ക് തൈ തന്ന് ഇന്ന് ഈ പൂക്കളായി എത്ര നാള് എടുത്ത്? 2 മാസം കഴിഞ്ഞു. 2 മാസേ ഉള്ളൂ പരിപാടി. 3 മാസം നമുക്ക് വിളവും കിട്ടും. വളരെ ലാഭകരവും ആദായകരമായ ഒരു കൃഷിയാണ് ഇതിനെ. ശ്രീജ, കീടനാശിനി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇത്രയും 2 മാസത്തിനിടയ്ക്ക്? ഇല്ല, നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷെ കൃഷിഭവനിൽ നിന്ന് തൈ തരുമ്പം തന്നെ അവിടുന്ന് ഇത് തരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. വളവും തരുന്നുണ്ട്, ജൈവ വളവും തരുന്നുണ്ട്. കീടനാശിനിക്ക് കാരണം ജൈവ കീടനാശിനിയായിട്ട് ഒരെണ്ണം തരുന്നുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതും കൂടെ ആഴ്ചതോറും നമ്മൾ ഈ വളത്തിനോടൊപ്പം തന്നെ തളിച്ചു കൊടുക്കണം. അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ ശ്രീജ, ഇതിനകത്ത് മണ്ണൊരുക്കിയത് സർക്കാരിന്റെ ഭാഗത്ത്, തൈ തന്നത് സർക്കാരിന്റെ ഭാഗത്ത്, വളവും തന്നു ആരംഭഘട്ടത്തിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള വനിതകൾക്കായാലും പുരുഷന്മാർക്കായാലും ചെയ്ത് മാസത്തിൽ ഒരു ആദായം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയല്ലേ പൂക്കൃഷി? ആണ്, നമ്മൾ മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റും. കാരണം കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെടുത്തി വനിതകൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വനിതകൾക്ക് ഇത് ചെയ്യാമെങ്കിൽ നല്ല ഒരു വരുമാനം കിട്ടും. ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്താനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടും. ശ്രീജ എന്ന വീട്ടമ്മ നമ്മുടെ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ, നമ്മുടെ സംസ്ഥാനം മൊത്തം ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രാമത്തെയെങ്കിലും സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് പൂവ് കൂടി എത്തിക്കാൻ വേണ്ടി നടത്തുന്ന കഠിനമായൊരു ശ്രമമായിട്ടാണ് എനിക്ക് ഈ വീട് വന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേര് സ്വയം പര്യാപ്തത നേടിയെടുക്കണം. കാരണം എൻ്റെ ഗ്രാമത്തിന് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്ന പച്ചക്കറി കൃഷിയിലൂടെയും ഈ കൃഷിയിലൂടെ, അതുപോലെ തന്നെ മുട്ട വളർത്തൽ, എല്ലാം പശുവാട് എങ്ങനെ എല്ലാം വേണം. അത് നമ്മൾ സ്വയം പര്യാപ്തത നേടണമെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള മൂലധനം വേണം. ബാങ്ക് നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ്, ഒരു രക്ഷയില്ല, നമ്മളെ അകറ്റി. പണ്ടത്തെ കാലത്ത് വസൂരി വന്ന് ഒരു ആളിനെ എങ്ങനെ അകറ്റി, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആര് ചോദിച്ചാലും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. നമ്മൾ അകറ്റി അങ്ങ് കളയാണ്. നമുക്ക് ഒരു ഫണ്ടിങ് വരുന്നില്ല. KCCയിലെ ഒരു ലോൺ 1,60,000 രൂപ അല്ലാതെ കർഷകന് PMEGP പോയി കിട്ടുന്നില്ല. എനിക്ക് ഏക്കർ കണക്കിന് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, നെൽകൃഷിയുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കർഷക അവാർഡിന് അപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സെലക്ട് ആയി, സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ഔട്ടായി. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട കാരണം ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഞങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ കൃഷിമന്ത്രി പ്രസാദ് സാറിനോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. കാരണം ഞാൻ പള്ളിക്ക പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല കിളിമാനൂർ ബ്ലോക്ക് പള്ളിക്ക പഞ്ചായത്തിൽ പകൽക്കുറിയിൽ താമസിക്കുന്ന ഒരു കർഷകയാണ്, ഒരു വീട്ടമ്മയായിരുന്നു, കർഷകയാണ്. 1000 കോഴിയുണ്ട്. അതിൻ്റെ കൂടെ 2 പഞ്ചായത്തിന് അംഗനവാടികളിൽ, 2 സ്കൂളുകളിൽ മൊത്തം ഞാൻ മുട്ട കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഏക്കർ കണക്കിന് തരിശായിട്ടുള്ള വയലുകൾ കിടക്കുന്നു. എന്നുവെച്ചാൽ പന്നിയുടെ ശക്തമായ ആക്രമണം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ തരിശായിട്ട് കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന ഈ വയലുകളിൽ നിന്നാണ് ഈ പന്നികൾ കർശനമായിട്ട് ശരിക്ക് പെരുകുന്നത്. അപ്പോൾ ഈ വ്യക്തികൾ നമുക്ക് നേരിട്ട് തരുന്നില്ല. അങ്ങനെയല്ല, നമുക്ക് അറിയാം, എങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ചെന്ന് ചോദിക്കാം. പക്ഷേ നമ്മളെ കൃഷി വകുപ്പിൽ നിന്ന് ഒരറിയിപ്പ് കൊടുത്ത് ഇത് നമുക്ക് കൃഷി ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള, എനിക്ക് ഇത് എടുത്തു തരാൻ എന്തെങ്കിലും ഒരു നിയമസംഹിത ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഈ വയലുകളിൽ, കാരണം 10 ഏക്കർ എന്നല്ല കിടക്കുന്നത്, ഈ പൊന്ന് വിളയിക്കാൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബാധ്യത വന്നാലും എൻ്റെ നാടിന് ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് പൊന്ന് വിളയിക്കാൻ എനിക്കാകുമെന്ന് ഞാൻ 100% ഉറപ്പ് വരുന്നു. അതുപോലെ തന്നെ ഓണക്കാലത്ത് മാത്രമല്ല, എനിക്ക് സ്ഥലമുണ്ടെങ്കിൽ ഈ പൂക്കൃഷി ഈ കണ്ടിന്യൂഷനായിട്ട് സ്ഥിരമായിട്ട് ഏക്കർ കണക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് ഈ നിയമസംഹിതകളും ബാക്കിയുള്ള ഭരണപക്ഷത്തു നിന്നുള്ള ഒരു ഇങ്ങനെയുള്ള സഹായങ്ങളും ഒരു പിന്തുണ എനിക്ക് വേണം. കാരണം പ്രസാദ് സാറിനെ ഞാൻ വായിച്ച് കേൾക്കുന്നുണ്ട്, ഞാൻ വാർത്തയിലൊക്കെ അറിയുന്നുണ്ട്.
പിന്നെ നെൽകൃഷി എല്ലാത്തിനും സാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാറിനെ നിന്ന് നമുക്ക് കാണാനുള്ള ഒരവസരം പോലും നമ്മൾ സാധാരണക്കാരായ കർഷകർക്കില്ല. അത് നമുക്ക് സങ്കടമുണ്ട്. കാരണം അവർക്കുള്ള തിരക്കുകൾ. എനിക്ക് സാറ് ഈ ഒരു വീഡിയോയിൽ കൂടെ എനിക്ക് വേറൊന്നും വേണ്ട, എൻ്റെ കൃഷിയെക്കുറിച്ച് ഒന്നും വേണ്ട. എനിക്ക് സാറ് ഈ വീഡിയോ കണ്ടും കൊണ്ട് എന്നെ പഞ്ചായത്തിലെ ഈ തരിശ് ഭൂമി എടുത്ത് കൃഷി ചെയ്യാൻ എനിക്ക് അതിനൊരു അവസരം നൽകണമെന്ന് മാത്രമാണ് എനിക്കൊരു അപേക്ഷ. അല്ലാതെ വേറൊരു അപേക്ഷയും എനിക്കില്ല. ശ്രീജയുടെ ആവശ്യം എന്ന് പറയുന്നത് ജെനുവിനാണ്. ഉറപ്പായിട്ട് സാറിൻ്റെ ചെവികളിൽ ഇതെത്തും. എന്തായാലും ശ്രീജയ്ക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പയർ ഇത് എത്ര മൂടാ ശ്രീജി? ഇത് 500 മൂടുണ്ട്. 500 മൂട് പയറുണ്ട്. 500 മൂട് പയറുണ്ട്. ഇത്തവണ ഓണത്തിനുള്ളതാണ് തന്നെ. ഇതെന്ന് പറയുന്ന കഞ്ഞിക്കുഴി പയറാണ്. കഞ്ഞിക്കുഴി പയർ. ഓക്കെ, 500 മൂട് ഇട്ടിട്ടുണ്ട്. നല്ല വളർച്ചയുണ്ട്. വളം ഏതൊക്കെയാണ്? വളം ഇതുപോലെ ജൈവവളം തന്നെയാണ് എല്ലാം. നല്ല വളർച്ചയുണ്ട്. അപ്പൊ ഓണക്കാല വളർച്ച മാത്രമല്ല, ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു പിടി പിച്ചിയായിരുന്നു. വിളവ് എടുത്തുണ്ട്. വിളവ് അത് ജൈവവളമല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഈ ചീര പയറിന്റെ ഇടയ്ക്ക് ഇടവിളയായിട്ടല്ല ടീച്ചറെ. ഇത് കാരണം നമ്മൾ രാസവളമല്ലല്ലോ ഉപയോഗിക്കുന്നത്, ജൈവവളം ആയതുകൊണ്ട് ഈ ചീര പൂത്ത് ആ വിത്ത് വീണ് തന്നെത്താനെ പിടിക്കുന്നത്. ഇത്ര ആരോഗ്യത്തോട് നമ്മൾ നടുന്നതല്ലേ. ശരി ശരി. അപ്പൊ ചീരക്ക് വെള്ളരി അതിന്റെ മൂട്ടി കണ്ട ഒരു വലിയ പടന്നു പോവുകയുണ്ട. ഇത് കണ്ട ഈ വെള്ളരിയും ഇത് തന്നെത്താനെ പൊടിച്ചു കണ്ട അവരെന്തൊരു ആരോഗ്യത്തോടു കൂടി മിടുക്കരായിട്ട് ഓടി. മണ്ണിൽ അത്രയും ജൈവവളം ഉണ്ട്. രാസവളമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇത് യാതൊരു കാരണവശാലും പൊടിച്ച് ഇതുപോലെ വരത്തില്ല. കാരണം മനുഷ്യരെ പോലെ തന്നെ കാൽസ്യവും എല്ലാം വേണ്ടിയതാണ് ഈ പച്ചക്കറിക്ക്. ഈ ജൈവവളത്തിൽ നിന്ന് വെച്ചാൽ കാൽസ്യം എല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കാരണം ജീവാണുവളങ്ങൾ നമ്മൾ ഈ ജൈവവളത്തിൽ കൂടെ തന്നെ ഈ കോഴി കാഷ്ടത്തിൽ കൂടെ തന്നെ ശരിക്ക് മണ്ണിലുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും നല്ല രീതി കണ്ട. ചീരയൊക്കെ എന്തുമാത്രം നമ്മൾ നട്ടേക്കുന്ന കണക്കാണ്. ഒരു നല്ല എനിക്ക് തോന്നിയത് ഇത് ഇടവിളയായിട്ട് നട്ടതാണ്. അറിവാണ്. ജൈവവളം ഉപയോഗിക്കുന്നിടത്ത് ഇങ്ങനെ ഇതിന്റെ വിത്തുകൾ വീണ് സ്വയം തന്നെ ഉണ്ടാവും. കൃഷിയെ നമ്മൾ സ്നേഹിക്കുമ്പോ, മണ്ണിനെ സ്നേഹിക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒപ്പം വരും. വാഴ എത്ര മൂട് കൃഷി ചെയ്തിട്ടുണ്ട് ശ്രീജ? വാഴ ഒരു 50 മൂടേ കൃഷി ചെയ്തിട്ടുള്ളൂ. കാരണം പച്ചക്കറിക്കാണ് ഒരുപാട് ഊന്നൽ കൊടുത്തത്. അതെ അതെ അതെ. എന്നാലും ഇലയുണ്ടല്ലോ, ഓണസദ്യക്കുള്ള ഇലയൊക്കെ ഇവിടുന്ന് കൊടുക്കാം. തമിഴ്നാട്ടിൽ നിന്ന് 15 രൂപയ്ക്കാണ് ഇല ഇറക്കുന്നത് ഓണസദ്യക്ക് തന്നെ, നമ്മുടെ കേരളം. പാവൽ ഇത് എത്ര മൂടുണ്ട് റീജ? ഏകദേശം 500-520 മൂട്. 520 മൂട്. ഒരു മൂട്ടിൽ എത്ര തൈയാ? ഞങ്ങൾ 3 വെച്ചത്. ഈ മഴ ആയതുകൊണ്ട് 2-3 തൈ നമ്മൾ ശുശ്രൂഷിക്കുന്ന കണക്ക്. ഇത് പിന്നെ ഏത് ഇനമാണ്? ഇത് പ്രീതി, വെള്ളായണി പ്രീതി. വെള്ളായണിയുടെ നമ്മുടെ സ്വന്തമാണ്, കേരളത്തിന്റെ സ്വന്തം, നമ്മളെ നാടൻ. ഇപ്പൊ ഓണത്തിന് നല്ല വില കിട്ടുമല്ലോ. നല്ല വില കിട്ടും. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാവയ്ക്കത് നമ്മുടെ മലയാളി. ശ്രീജ, ഇത് 520 മൂടും പ്രീതിയാ നട്ടതല്ലേ? അതെ അതെ. അതെന്താ പ്രീതിക്കുള്ള പ്രത്യേകത? പ്രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമല്ല, ഒറിജിനൽ നാടനാണ്. മുള്ളു പോലെ ഇരിക്കും ഇതിന്റെ ഇത്. കാരണം ഭയങ്കര വലിപ്പമില്ല, കയ്പ് കുറവാണ്, നല്ല വെള്ള കളറായിട്ട് വരും. നമുക്കിത് കിട്ടായിരുന്നു വിഷമിച്ച് കിടന്നപ്പം വെള്ളായണിന്ന് കുട്ടികൾ ഇവിടെ ഇത് കൃഷി കാണാൻ വരികയും ഞാൻ അങ്ങനെ അവരുടെ പറഞ്ഞ് അവരാണ് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നത്. കാരണം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാവയ്ക്കാണ് പ്രീതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കൃഷിക്ക് താല്പര്യം പ്രകടിപ്പിച്ച് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് സഹായം കിട്ടും, ശരിയല്ലേ? സഹായം കിട്ടും, പക്ഷേ കൃഷിഭവനിന് മാത്രമേ നമുക്ക് ഒതുങ്ങി കാരണം കുറച്ച് നമ്മുടെ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണ്, കൃഷിഭവൻ ചേർന്നാണ്. പിന്നെ അവർക്ക് ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത് വിത്തുകളെല്ലാം. പിന്നെ വിത്ത് എടുക്കുന്നുണ്ട് ഞാൻ. അല്ല, ഇതിൽ നിന്ന് വിത്ത് കീപ്പ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് നമ്മളെ പോലെയുള്ള മറ്റ് കർഷകർക്ക് ചെയ്യാനുള്ളതും കൂടെ ശ്രീജ ശ്രമിക്കണം, എങ്കിലേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇത് ഒരെണ്ണം എത്ര ഗ്രാം വരെ വരും
ഒരു 300 ഗ്രാം വരെയൊക്കെ വരും. അതായത് 3 പാവയ്ക്ക ഇടുമ്പോൾ 1 കിലോ. നഷ്ടം വരില്ല അല്ലേ? വരില്ല. ഈ വയലൊക്കെ എത്രയാ തരിശായിട്ട് കിടക്കുന്നത്. അതെ, മനസ്സ് വെച്ചാലേ മനസ്സ് വയ്ക്കാൻ നമുക്ക് കിട്ടണം. പക്ഷേ അതെ അതെ. ഇത് വിളഞ്ഞ കാണത്തില്ലേ റീജ? അപ്പൊ ഇതിനെ നമുക്ക് വിളവെടുത്താലോ? ഇതിൽ നിന്ന് ആദ്യം വിളവെടുത്തായിരുന്നോ? എടുത്തായിരുന്നു. 300 ഗ്രാമിന് പുറത്തുണ്ട്. ശരിയാണ്. റീജ ഇവിടെ നല്ല ഒരു മണമാണല്ലോ, അതെന്തോ റീജ? അതെന്ന് വെച്ചാൽ ഇതിന്റെ പൂവാണ്. ഭയങ്കര മണം. അതെ അതെ, നമ്മൾ ആ ബന്ദിയിൽ നിന്ന് അവിടെ നിന്ന് ഇത്രയും മണമില്ല, പക്ഷെ ഇത് ഭയങ്കര മണം. പാവലിന്റെ കയ്പും സുഗന്ധവും അതിന്റെ എല്ലാം കൂടെ ചേർന്ന്. റീജ ഒരു ദിവസം എത്ര നേരം ഇവിടെ ചെലവഴിക്കും? ഞാൻ 1 മണിക്കൂർ. വളരെ നല്ലതായിട്ട് ആരോഗ്യത്തിന് ആണ്. റീജ പടവലം എത്ര മൂട് നട്ടിട്ടുണ്ട്? 50 മൂട്. 50 മൂട് പടവലം. പൂത്തു തുടങ്ങിയല്ലോ? കായായി തുടങ്ങി. ഈ പന്തല് പടവലത്തിന്റെയാണ്? അതെ അതെ. പാവലിനെ പോലെ റീജ പടവലം വെർട്ടിക്കലായിട്ട് തന്നെയാണ്. ഈ പടവലം കണ്ട വെർട്ടിക്കല, ഒരൊറ്റ സൈഡ് മാത്രം. മധ്യത്തൂടെ നമുക്ക് നടന്നു പോണം, മേളില് പന്തല്. ഈ 50 മൂട് പടവലനത്തിന് കുറച്ച് സ്ഥലം മതി. അതെ 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 അതെ. ബാക്കി എല്ലാവരും പെട്ടെന്ന് ഈ പന്തലിലോട്ട് അങ്ങ് പോയിക്കോളും. അപ്പൊ മധ്യഭാഗത്തൂടെ നമുക്ക് നടന്നു പോവുകയും ചെയ്യാം. അതാണ് വെർട്ടിക്കൽ പന്തലിന്റെ പ്രത്യേകത. സ്ഥലം കുറച്ച് മതി. റീജ സലാഡ് വെള്ളരി ഇപ്പൊ എത്ര മൂടുണ്ട് മൊത്തത്തിൽ? ഇത് ഏകദേശം 50 മൂടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഈ പന്തലിട്ടപ്പം ഒരു ആള് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത് പടത്തി ഇതിവിടെ നട്ട് പിടിപ്പിക്കുമെന്ന്. കാരണം അത് ഇവിടുത്തെ കാണാം, ഓരോ ചട്ടിയിൽ വെച്ച്. ഇത് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. കണ്ട ഈ പന്തൽ നിറഞ്ഞ അവര് വരും. പക്ഷെ സ്ഥലം നമ്മളെ മുറ്റം അതുപോലെ കിടക്കും. അതുപോലെ മുറ്റ ബാധകമല്ല. മുറ്റത്തിന് ബാധകമല്ല. പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് കൊള്ളാലോ. ഇത് വെയിറ്റ് എന്ന് വെച്ചാൽ ഇത് മാംസമാണ്. ഇതാകാം, അരി കുറവാണ്. ഇതെന്ന് വെച്ചാൽ 1 വർഷത്തിൽ കൂടുതലാണ് ഞാൻ ഇത് നട്ടിട്ട്. ഇത് കമ്പ് കോതി 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 വിട്ടുകൊടുത്തേണ്ട. ഇത് 1 വർഷം ഇതെന്നും കായാണ്. എന്റെ ആവശ്യത്തിനുള്ള ഇത് ഞാൻ കൊടുക്കത്തില്ല. വിത്തിനായി എടുക്കുകയും ചെയ്യാൻ ഭയങ്കര ടേസ്റ്റുമാണ്. റീജ മത്തൻ എത്ര സെന്റിൽ കൃഷിയുണ്ട്? ഇത് 10 സെന്റിലാണ് കൃഷി ചെയ്തത്. ഇതും കൃഷിഭവനിൽ നിന്ന് ഈ ഓണത്തിന് പൂവും പച്ചക്കറി കൃഷിയും അതിലേക്ക് വന്ന പച്ചക്കറി മത്തനാണ് ഇത് നട്ടേക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ. കായായി തുടങ്ങി, പൂവും കായും ആയി തുടങ്ങി. മഴ ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ലേറ്റ് ആയത്. കണ്ടിന്യൂസ് മഴയല്ലായിരുന്നു. റീജ ഈ കൂവേ ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെയാ ഇവിടുന്ന് കൊടുക്കുന്നത്? ഇതിപ്പം കൂവെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള കൊച്ചുങ്ങൾക്ക് പൊടിയാക്കി കൊടുക്കുന്നത് നല്ല. അപ്പൊ അവര് വന്ന് ചോദിക്കുമ്പോ ഞാൻ പിഴുകുമ്പം കൊടുക്കാറുണ്ട്. അവരെ സംസ്കരിച്ചോളൂ, നമ്മൾ പുഴുങ്ങിയെടുക്കാം. ഓക്കെ. റീജ മുട്ടക്കോഴി BV380. അതെ അതെ. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് 1000 മുട്ടക്കോഴി. അപ്പൊ ഈ പച്ചക്കറി പൂക്കൃഷിയും കൂടാതെ സ്ഥിരമായൊരു വരുമാനം ഇതിൽ നിന്ന് വരുന്നുണ്ട്. 1000 മുട്ടക്കോഴി. BV380ക്ക് ഈ പുല്ല് കെട്ടിയിരിക്കുന്നത് അത് അവർക്ക് പോച്ച കൊടുക്കുന്ന ഒരു പതിവുണ്ട്. വെളിയിൽ പോയി തിന്നുന്നില്ലല്ലോ. അപ്പൊ ഈ കാൽസ്യത്തിന് വേണ്ടിയും ഒക്കെ ഈ പോച്ച ഇങ്ങനെ കെട്ടിക്കൊടുത്ത് അവർ തിന്നോളൂ. അപ്പൊ ഈ തങ്ങളിലുള്ള കൊത്തുകൂടൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഇത് കൊത്തിക്കോളൂ. അതായത് പിന്നെ BV380 കോഴികൾക്ക് ഒരു നേരം നമുക്ക് ഇല
ഇലകൾ ആഹാരമായിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് രോഗപ്രതിരോധ ശേഷിയും കിട്ടും, അതുപോലെ തന്നെ ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഈ പാഴിപ്പോണ പച്ചക്കറി എല്ലാം ഇതുപോലെ പുഴുവൊക്കെ ആവുന്നത് വെട്ടിക്കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കും ഞങ്ങൾ. കേടാവുന്ന പച്ചക്കറി. അപ്പൊ അത് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം കണ്ടോ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കും. മനസ്സിലായി, റൊട്ടേഷൻ. മുട്ടാൾ അങ്ങും ഉണ്ട്. ഇതാണ് എന്റെ ലോകം. സംതൃപ്ത. എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചു നേരം ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ പച്ചക്കറിയുടെ ഇടയിലും ഈ കോഴികളുടെ ഇടയിലും വന്ന് നിൽക്കുമ്പോൾ ആ ടെൻഷൻ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഭ്രാന്തായി പോകും നമുക്ക്. ഒരു മുട്ടഞ്ഞ് പറക്ക്. ഇതുണ്ട മുട്ടക്കോഴി. വാലില്ല. വാലില്ല കോഴിയാണ്. വാലില്ല കോഴി. കാരണം ഈ ഓരോ കൊത്തും തങ്ങളി കൊത്താനുള്ള കൊത്തുകളാണ്. വെറുതെ ഇരിക്കുമ്പോ അഹങ്കാരം കൂടും മനുഷ്യനെ കണക്ക്. തങ്ങളി കൊത്തുന്നതിനെക്കാൾ ഇതി കൊത്തുമ്പോ തങ്ങളിലുള്ള കൊത്ത് വൈരാഗ്യം കുറയും. നമ്മളെ പോലെ തന്നെയാണ്. ഒരുപാട് സാമ്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർക്കിടയിലും. ഇതാണ് റീജയുടെ രണ്ടാമത്തെ പൂത്തോട്ടം അല്ലേ? രണ്ടാമത്തെ സൈറ്റാണ്. ആദ്യം അവിടെ വെച്ച് പിന്നെ പൂവൊക്കെ വരുന്നു. ഇവിടെ ഒരു നിറത്തിലുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ റീജ? അത്രേ ഉള്ളൂ, ഒരു കളർ തന്നെ. ഇതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ വളമിടുകയും ചെയ്യുന്നു. പക്ഷെ ഈ മഴ പെയ്യുന്നോണ്ട് ഇപ്പം നമുക്ക് വെള്ളം ഒഴിക്കണ്ടേ. ഈ മഴ പെയ്യാത്ത സമയത്ത് ഈ വെള്ളം ഒഴിക്കാൻ മേളിൽ കൂടെ വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം അടി കൂടെ കണ്ട അടി കൂടെ ഓസ് വെച്ച് എന്ത് കഷ്ടപ്പെടാൻ വെള്ളം ഒഴിക്കാം. മേളിൽ കൂടെ ഒഴിക്കാമെങ്കിൽ ഇതെല്ലാം പോകും. ഇറിഗേഷൻ കൊടുക്കുന്നവർക്ക് കുഴപ്പമില്ല. അതായത് ചെടിയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കാക്കൂല. 2-3 ദിവസം കൂടെ വെള്ളം ഒഴിച്ചു. മേളിൽ കൂടെ ഒഴിച്ചില്ല അടി കൂടെ. അത് ഒരു 2 മണിക്കൂർ എടുക്കും. ഈ വർഷം കാലാവസ്ഥ അനുകൂലമായോണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഒഴിച്ചാന്ന് പക്ഷെ ഒരു പരിധി വരാം. അത് വലിയ കോവയ്ക്ക ഇത് പടർന്നു നിൽക്കുന്നത്. കോവല് കൃഷി ആദായകരമാണോ? അതെ അതെ അതെ. എന്നും കാണും. കീടങ്ങൾ കുറവാ. മറ്റ് പച്ചക്കറി നട്ട് ഇത്തിരി വളവും ചെയ്താൽ മതി. മതി. വളം ചെയ്യണമെന്നില്ല, അവര് ഉള്ളത് മണ്ണിലും. ഫ്രണ്ട്സ്, കേവലം ഒരു വീട്ടമ്മയിൽ നിന്നും 1000 മുട്ടക്കോഴികളെ വളർത്തുകയും അതോടൊപ്പം തന്നെ പൂവിൻ്റെ കൃഷി, വിവിധങ്ങളായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇവയെല്ലാം തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഇന്ന് സ്റ്റേറ്റ് തലം വരെ എത്തപ്പെട്ട് നിൽക്കുന്ന ശ്രീജയെ നമുക്ക് ഏവർക്കും അനുകരിക്കുക തന്നെ ചെയ്യാം. ഈ ശ്രീജ നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമാണ് നൽകുന്നത്. ശ്രീജയെ പോലെ ഉള്ളവർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു. ഓക്കെ.